സോറി സച്ചി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്ക്. സച്ചി, ഞാൻ എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. വാ, നമുക്ക് പോവാം, കാറിൽ കയറ്. അവന്റെ കേസ് ഇറങ്ങാൻ പോവാ. അയ്യോ ആണോ? മോള് പോകാറായോ? ഈ സൂപ്പ് കുടിച്ചിട്ടേ മോളെ വിടാവൂ. നീ വേഗം ചെന്ന് പറ, ഞാൻ ഇപ്പൊ സൂപ്പ് കൊണ്ടുവരാം. ശരി. അമ്മായി എവിടെ? അടുക്കള ഭരണം അമ്മ ഏറ്റെടുത്തു. ഓ മോളെ, ഇതാ സൂപ്പ് കുടിച്ചിട്ട് പോയാ മതി. സൂപ്പോ? ആ, എന്ത് സൂപ്പ്? മോള് കുടിച്ചു നോക്ക്. ഇനി മോളുടെ ശരീരം നോക്കേണ്ട ചുമതലേ ഈ അമ്മായിക്കാ. എന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കുന്നത് മാത്രം ഇനി എന്റെ മോള് കഴിച്ചാ മതി. ഇന്നത്തെ കാലത്തെ ജോലിക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മായി നോക്കിക്കോളാം. സൂപ്പ് കുടിക്ക്. ഇത് കഞ്ഞിവെള്ളമല്ലേ? ആ, നമ്മളിവിടെ ഇതിനെ കഞ്ഞിവെള്ളം എന്ന് പറയും, ഇംഗ്ലീഷുകാർ ഇതിനെ റൈസ് സൂപ്പ് എന്ന് പറയും. വലിയ വലിയ ഹോട്ടലുകളിൽ ചെന്നാലേ ഈ സൂപ്പിന് വലിയ വിലയാ. പക്ഷെ ഇത് രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോയാ ജോലി ചെയ്യുമ്പോ ഒരു ക്ഷീണവും അറിയില്ല. മോള് ധൈര്യമായിട്ട് കുടിച്ചോ. റൈസ് സൂപ്പ് രാവിലെ കഴിക്കുന്ന നല്ലതാ ചേച്ചി. ഞാൻ ഇന്ന് രാവിലെ ഒരു കപ്പ് സൂപ്പ് കുടിക്കും. മുഖത്തെ നല്ല ഗ്ലാമർ ഉണ്ടാവാൻ നല്ലതാ. എനിക്ക് ഈ ഗ്ലാമർ മതി. തുടക്കം ഗംഭീരം. ഇപ്പൊ അവളെ ഞാൻ കഞ്ഞിവെള്ളം കുടിപ്പിച്ചു, ഇനി കാടിവെള്ളം കുടിപ്പിക്കും ഞാൻ. ആ അമ്മേ, ഞാനിന്ന് ആ മാഡത്തിനെയും സാറിനെയും കാണാൻ പോകുന്നുണ്ട്. നീ ആ പദ്ധതി നടപ്പിലാക്ക്, ഞാനേ അടുക്കള വഴിയുള്ള പദ്ധതി നടപ്പിലാക്കാം. പിന്നെ അമ്മ ഓവർ ആക്ട് ചെയ്ത് നശിപ്പിക്കാതിരുന്നാ മതി. ഇതേ അവന്തികയുടെ അമ്മായി, ലീലാവതി അമ്മായി, മനസ്സിലായോ? മനസ്സിലായി. എന്താ വക്കീലെ ഫോൺ എടുക്കാത്തെ? രാവിലെ മുതല് ഞാൻ എത്ര തവണ വിളിച്ചു? 2 ദിവസമായി വക്കീല് ഒളിച്ചുകളി തുടങ്ങിയിട്ട്. ഇനി വല്ല അസുഖം വന്ന ആശുപത്രിയിലാണെന്ന് വരെ ചിന്തിച്ചു. ഞാനൊക്കെ പേടിച്ചുപോയി. എന്നോട് വക്കീലിന് വല്ല ദേഷ്യമുണ്ടോ? എന്നാര് പറഞ്ഞു? 2 ദിവസമായിട്ടുള്ള വക്കീലിന്റെ പെരുമാറ്റം കണ്ടാ അങ്ങനെ തോന്നും. എന്റെ ഫോൺ എടുക്കാതിരിക്കാൻ തക്ക കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സച്ചി എന്തെങ്കിലും കുറ്റം ചെയ്തൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെന്താ എന്റെ ഫോൺ എടുക്കാതിരുന്നേ? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. സച്ചി എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തവരൊന്ന് ചിന്തിച്ചു കൂട്ടുന്നേ? 1 2 തവണ എന്നെ വിളിച്ചപ്പോ കിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. സച്ചി, ഞാനൊരു അഡ്വക്കേറ്റാ. ചില കേസുകളൊക്കെ വരുമ്പോ തല പുകയും. പഴയ വിധികളൊക്കെ റെഫർ ചെയ്യാനും പഠിക്കാനും ഒക്കെ ഒരുപാട് സമയം വേണ്ടിവരും. അപ്പൊ ചിലപ്പോ ഫോണൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴാണോ വക്കീലിന് ഇത്രയും തിരക്ക് വന്നത്? നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എത്ര തിരക്കുണ്ടെങ്കിലും എന്നോട് സംസാരിക്കാനും എന്നോടൊപ്പം ചെലവഴിക്കാനും വക്കീലിന് സമയമുണ്ടായിരുന്നു. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒഴിവാക്കുന്നേ? സച്ചിയുടെ കേസ് ഇപ്പൊ ഈ കോടതിയിലല്ല, ഹൈക്കോടതിയിലാ. അവിടെ എന്നെ പോലൊരു വക്കീല് പോരാ കേസ് ജയിക്കാൻ. ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ വെക്കണം. സച്ചി, ഇനി ഈ കേസിന് വേണ്ടി എന്റെ പിന്നാലെ നടന്ന സമയം കളയണ്ട. വേറെ എന്നെക്കാൾ നല്ല ഏതെങ്കിലും വക്കീലിനെ പോയി കാണുന്നതാ നല്ലത്. വക്കീലേ,
അതിന് നമ്മൾ കേസ് തോറ്റിട്ടില്ലല്ലോ. അവര് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചത് വക്കീലിന്റെ കുഴപ്പമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ വക്കീലെ? സച്ചി, ഹൈക്കോടതിയിലൊന്നും ഞാൻ വാദിച്ച ശരിയാവില്ല. വക്കീൽ എന്താ കരുതിയേ? അവര് പോയി സ്റ്റേ വാങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് വക്കീലിനെ വിശ്വാസം ഇല്ലാതായി എന്നാണോ? ഒരിക്കലുമല്ല. ഇനി അങ്ങ് സുപ്രീം കോടതി വരെ പോയാലും ഈ കേസ് വക്കീൽ തന്നെ വാദിച്ചാൽ മതി. സച്ചിക്ക് കേസിനെയും കോടതിയും കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. വലിയ വലിയ വക്കീലന്മാരുടെ മുന്നിൽ ഞാനൊന്നുമല്ല. വക്കീലെ, ജീവിതം കൈവിട്ട് നിൽക്കുന്ന ഒരുത്തനാ ഞാൻ. വക്കീലും കൂടി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല. വക്കീൽ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഇനി കേസും കോടതിയും ഒന്നും വേണ്ട. എല്ലാം കൊണ്ടുവയ്ക്കോട്ടെ, ആരെങ്കിലും കൊണ്ടുവയ്ക്കോട്ടെ. ഞാൻ ഇനി ഒന്നുമല്ല. അതിനേക്കാളും നല്ലത് ഞാനങ്ങ് ഇല്ലാതാവുന്നതാ. സോറി സച്ചി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്ക്. സച്ചി, ഞാൻ എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. വാ, നമുക്ക് പോവാം. കാറിൽ കയറ്. ഞാനല്ലേ പറയുന്നേ. വാ. വണ്ടി എടുക്ക് സച്ചി. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചിട്ടിയ കാര്യം സച്ചിയോട് പറഞ്ഞാലോ? സച്ചേട്ടനെ സമാധാനിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇപ്പോ ആരതിക്ക് മാത്രമേ കഴിയൂ. ആരതി, കുറച്ച് നാളുകൂടി എനിക്ക് ആൾമാറാട്ടം തുടർന്നേ പറ്റൂ. ഗൂഗിളിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതുവരെ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. വേണ്ട, ഇക്കാര്യം ഇപ്പൊ സച്ചിയോട് പറഞ്ഞ സച്ചി ഭ്രാന്തിനെ പോലെ അങ്ങോട്ട് പാഞ്ഞു ചെല്ലും. അതെല്ലാവരെയും ബാധിക്കും. എന്തായാലും കുറച്ചുകൂടെ കാത്തിരുന്നേ പറ്റൂ. വക്കീലും കൂടി എന്നെ അവഗണിച്ച ഞാൻ തകർന്നു പോകും കേട്ടോ. അതിനാരും അവഗണിച്ചോ? അതൊക്കെ സച്ചിയുടെ വെറും തോന്നല. 2 ദിവസമായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു.